എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വൈക്കം ഗുരുവായൂർ സത്യഗ്രഹങ്ങളിൽ നായർ സമുദായ നേതാവ് എന്നതിലുപരി ഹിന്ദു നേതാവ് എന്ന രീതിയിലാണ് മന്നം ഇടപെട്ടത്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ സവർണ ജാഥ അതിന്റെ മകുടോദാഹരണമാണ്. ഹിന്ദുവിന്റെ ഏതൊരു പ്രസ്ഥാനവും വിജയിക്കണമെങ്കിൽ അതിന് വിശ്വാസത്തിന്റെയും ആധ്യാത്മികതയുടെയും അടിത്തറ വേണമെന്ന് നല്ല നിശ്ചയമായിരുന്നു മന്നത്തിന്. അതുകൊണ്ട് വെള്ളവസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടായിരുന്നു സവർണ ജാഥ ആരംഭിച്ചതും. യാത്ര വർക്കല എത്തിയപ്പോൾ ജാഥാംഗങ്ങൾ മഞ്ഞ വസ്ത്രം ധരിച്ച് ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുദേവനെ ദർശിച്ചു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയാണ് യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ചെയ്യുന്ന നിസ്വാർത്ഥ സേവനത്തെ ഗുരുദേവൻ അഭിനന്ദിച്ചു. തിരുവനന്തപുരം പുത്തൻ കച്ചേരി മൈതാനത്തെ പുളകം കൊള്ളിച്ച സമ്മേളനത്തിന് ശേഷം പിറ്റേന്ന് 22,000 സവർണ ഹിന്ദുക്കളുടെ സമ്മതപത്രം മഹാറാണിക്ക് മന്നം സമർപ്പിച്ചു. തുടർന്ന് ദിവാനോട് നടത്തിയ അഭ്യർത്ഥന ഹിന്ദു ഐക്യത്തിന് കാഹളമോതുന്ന ഒന്നായിരുന്നു. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് മറ്റു മതക്കാർക്ക് നടക്കാൻ സ്വാതന്ത്ര്യമുള്ള വഴി ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അനുവദിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ്. ഇത് അനുവദിക്കാതിരിക്കുന്നത് ഞങ്ങൾക്കെന്നല്ല, പൊതുവെ ഹിന്ദു സമുദായത്തിന് തന്നെ അപമാനകരമാണ്. 8 ലക്ഷമുള്ള സവർണ ഹിന്ദുക്കൾക്ക് എതിർപ്പുണ്ടെങ്കിൽ തന്നെ 17 ലക്ഷമുള്ള മറ്റ് ഹിന്ദുക്കൾ ഈ സങ്കടം അനുഭവിക്കണമെന്നത് അന്യായമാണ്. ദീർഘവീക്ഷണവും സമാജസ്നേഹവും ആത്മാർത്ഥതയുമുള്ള അഭ്യർത്ഥന. അന്ന് നായർ സമുദായത്തിന്റെ നേതാവ് ഹിന്ദു സമാജത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു.